വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ജിയോളജിക്കൽ ടൈം സ്കെയിൽ വിത്ത് പ്ലാന്റ് എവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ന്യൂമോണിക്സ് അല്ലെങ്കിൽ ട്രിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിക്കാം. അപ്പം എന്താണ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് ആദ്യം നോക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം എർത്തിന്റെ ഏജ് എന്ന് പറയുന്നത് ഏകദേശം 4.6 ബില്യൺ ഇയേഴ്സ് ആണ് അല്ലേ. ആ ഒരു 4.6 ബില്യൺ ഇയേഴ്സിൽ എർത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ എർത്തിന്റെ ഹിസ്റ്ററിനെ നമ്മൾ കുറെ ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഓരോ കാര്യങ്ങൾ എർത്തിന്റെ സ്ട്രാറ്റിഗ്രഫി അല്ലെങ്കിൽ റോക്ക് സ്ട്രാറ്റ ബേസ് ചെയ്തിട്ട്, പാലിയന്റോളജി ഫോസിൽ റെക്കോർഡ്സ് ബേസ് ചെയ്തിട്ട്, മേജർ ജിയോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ഇവന്റ്സ് ഒക്കെ ബേസ് ചെയ്തിട്ട്, എർത്തിന്റെ റോക്ക്, ഫോസിൽ, ക്ലൈമറ്റ്, ലൈഫ് ഫോംസ് ഒക്കെ ബേസ് ചെയ്തിട്ട് എർത്തിന്റെ ഹിസ്റ്ററിനെ കുറെ ടൈം ഇന്റർവെൽസ് ആയിട്ട് തിരിച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കുറെ എറാസും പീരീഡും ഒക്കെ പറയുന്നതിന് മുന്നേ ഈ ഒരു ജിയോളജിക്കൽ ടൈം സ്കെയിൽ പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു 4 ടേം ഉണ്ട്. ഓക്കെ, ആ ഒരു 4 ടേം ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോവാ, ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലോട്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് വൺ ആണ് ഇയോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇയോൺ ഉണ്ട്, എപ്പോച്ച് ഉണ്ട്, പീരീഡ് ഉണ്ട്, എറ ഉണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോറി, ഇയോൺ, എറ, പീരീഡ്, എപ്പോച്ച്. ഓക്കെ, അങ്ങനെയാണ് ഓർഡർ വരുന്നത്. ഒന്നാമത്തത് ഇയോൺ ആണ്. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. അതായത് എർത്തിന്റെ ഹിസ്റ്ററിനെ ലോങ്സ്റ്റ് ടൈം ആയിട്ട് അല്ലെങ്കിൽ ലോങ്സ്റ്റ് ഡിവിഷൻ, ടൈമിനെ ലോങ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതിനെയാണ് ഇയോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇയോണിൽ വരുന്നത് ഹാഡിയൻ ഇയോൺ ഉണ്ട്, ആർക്കിയൻ ഇയോൺ ഉണ്ട്, പ്രോട്ടറോസോയിക് ഇയോൺ ഉണ്ട്, ഫാനറോസോയിക് ഇയോൺ ഉണ്ട്. ഓക്കെ, ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടറോസോയിക് ആൻഡ് ഫാനറോസോയിക്. അതാണ് എർത്ത് ഹിസ്റ്ററിയുടെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളത്. ഇയോണിന്റെ അണ്ടറിൽ വരുന്നതാണ്, ഇയോണിന്റെ സബ് ഡിവിഷൻ ആണ് എറ എന്ന് പറയുന്നത്. അപ്പൊ എറ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് മേജർ ലൈഫും ജിയോളജിക്കൽ ചേഞ്ചസും ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ എറ എത്ര ടൈപ്പ് ആണ് ഉള്ളത്? പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക്. ഓക്കെ, പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക്. അപ്പൊ എറക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്താല് അതായത് ഇയോണിന്റെ ഒരു ഡിവിഷൻ ആണ്. മേജർ ലൈഫ് ഫോംസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ബേസ് ചെയ്തിട്ടാണ് എറാസിന്റെ ക്ലാസിഫിക്കേഷൻ. എറയുടെ സബ് ഡിവിഷൻ ആണ് പീരീഡ് എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് ഫോസിൽസും എൻവയോൺമെന്റൽ ചേഞ്ചസും ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ പീരീഡ് നമ്മൾക്ക് പഠിക്കാനുള്ളത് ജുറാസിക്, ക്രിട്ടേഷ്യസ്, ട്രയാസിക് ആണ്. പീരീഡ് is a division of an era showing distinct rock and fossil records. ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ടൈം സ്പാൻ വരുന്നതാണ്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് വരുമ്പോഴാണ് അതിന് എപ്പോച്ച് എന്ന് പറയുന്നത്. പ്ലീസ്റ്റോസിൻ, ഹോളോസിൻ ഒക്കെയാണ് എക്സാമ്പിൾ. ഇതിന് കൂടുതൽ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ആ ഒരു ജിയോളജിക്കൽ ടൈം സ്കെയിലിന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ഓർഡർ പഠിച്ചു വെക്കുക, ചോദിക്കാം. ഇയോൺ, എറ, പീരീഡ്, എപ്പോച്ച്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇയോൺ എന്ന് പറയുന്നത് 4 എണ്ണമാണുള്ളത് കേട്ടോ. അപ്പൊ ആ ഇയോൺ പഠിക്കുമ്പോൾ അതിന്റെ അണ്ടറിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പീരീഡ്സ് ആ ഒരു ഓർഡറിലാണ് പോകുന്നത്. അപ്പൊ ആദ്യം പഠിക്കാനുള്ളത് നമ്മൾ നേരത്തെ പറയാത്ത ഒരു സംഗതിയാണ് പ്രീ കാംബ്രിയൻ ഇയോൺ എന്ന് പറയുന്നത്. ആ ഒരു വർഷം പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചു കേട്ടോ. 4.6 ബില്യൺ, അത് എർത്ത് സ്റ്റാർട്ട് ചെയ്തത് മുതൽ 541 മില്യൺ ഇയേഴ്സ് എഗോ വരെയാണ് ഈ ഒരു പ്രീ കാംബ്രിയൻ ഇയോൺ. ആക്ച്വലി ഇതൊരു സൂപ്പർ ഇയോൺ ആണ്. ഇയോണിന്റെയും ഇയോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പ്രീ കാംബ്രിയൻ ഇയോണിനാണ് നമ്മൾ ആക്ച്വലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ഹേഡിയൻ, ആർക്കിയൻ, പ്രോട്ടറോസോയിക്. അപ്പൊ ഒരു പ്രീ കാംബ്രിയൻ സൂപ്പർ ഇയോണിന്റെ അണ്ടറിൽ വരുന്ന അവ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് പ്രീ ഹാപ്പ് എന്ന് പഠിച്ചാൽ മതി. പ്രീ എന്ന് പറയുന്നത് പ്രീ കാംബ്രിയൻ, ഹാപ്പ് എന്ന് പറയുന്നത് എന്താ? ഹാഡിയൻ, then ആർക്കിയൻ, പ്രോട്ടറോസോയിക്. ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടറോസോയിക് ആണ്. ഇനി അവയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നോക്കാം. അപ്പൊ ഈ ഒരു പ്രീ കാംബ്രിയനിൽ ഒന്നാമത്തേതാണ് ഹാഡിയൻ. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ഇയോൺ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഹാഡിയൻ എഴുതാം. സൂപ്പർ ഇയോൺ ഏതാണെന്ന് ചോദിച്ചാൽ പ്രീ കാംബ്രിയൻ എഴുതാം. നമ്മൾ പ്ലാന്റ് മാത്രം ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ എർത്ത് തുടങ്ങുന്ന സമയത്ത് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ലൈഫിന് യോജിക്കുന്നതല്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അവിടെ എന്താ, ഓക്സിജന്റെ അളവൊന്നും ഒട്ടും ഇല്ലാത്ത ഒരു എർത്തായിരുന്നു. അത് എർത്തിന്റെ ഫോർമേഷൻ ഉള്ള സമയത്തുള്ള പീരീഡ് ആണ് ഹാഡിയൻ പീരീഡ് എന്ന് പറയുന്നത്. സോ അവിടെ ഒരിക്കലും ലൈഫ് ഇല്ല, അവിടെ പ്ലാന്റ് ഇല്ല, ലൈഫ് ഇല്ല. ഫർദർ ആ ഒരു തിയറീസ് ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറെ പറയുന്നുണ്ട് അല്ലെ. ആ ഒരു തിയറി, കൂളിംഗ് നടക്കുന്നു, ഓഷ്യൻ ഫോർമേഷൻ ഒക്കെ നടക്കുന്നു. ആ ഒരു പീരീഡിലാണ് ഈ ഒരു ഹാഡിയൻ പീരീഡ് എന്ന് പറയുന്നത്. ഓഷ്യൻ ഫോർമേഷൻ വരെയാണ് ഹാഡിയൻ പീരീഡ് വരുന്നത്. ഓക്കെ, എർത്തിന്റെ ഫോർമേഷൻ ആണ്, അത് ഡസ്റ്റും മെറ്റീരിയറൈറ്റ്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് എർത്ത് ഫോം ചെയ്യുന്നു. അവിടെയുള്ള അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കാം? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും മീഥെയിനും അമോണിയും ഒക്കെയാണ് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉള്ളത്. സോ ഏഡിയൻ പീരീഡിൽ നോ പ്ലാന്റ്സ് എന്ന് ഓർത്ത് വെക്കുക. അവിടെ അതുകൊണ്ട് തന്നെ സബ് ഡിവിഷനും പീരീഡ് എറ ഒന്നും ഇല്ല.
രണ്ടാമത്തെ ഇയോൺ ആണ് ആർക്കിയൻ ഇയോൺ എന്ന് പറയുന്നത്. ആർക്കിയനിലാണ് ആദ്യത്തെ ലൈഫ് ഫോംസ് അപ്പിയർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെയും പ്ലാന്റ് വന്നിട്ടില്ല. ഓക്കെ, ആർക്കിയനിലാണ് ആദ്യത്തെ ലൈഫ് ഫോം അപ്പിയർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെയും പ്ലാന്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന് ഓർക്കുക. സയനോ ബാക്ടീരിയ ആണ് ആദ്യമായിട്ട് ഈ ഒരു ആർക്കിയൻ പീരീഡിൽ ഡെവലപ്പ് ചെയ്യുന്നത്. സയനോ ബാക്ടീരിയ ആണ്, അല്ലെങ്കിൽ പ്രൊക്കാരിയോട്ട് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ആർക്കിയൻ ഇയോണിലാണ്. ബാക്ടീരിയ, സയനോ ബാക്ടീരിയ ഒക്കെ. അപ്പൊ ആ ഒരു സയനോ ബാക്ടീരിയ ഒക്കെ വരുമ്പോൾ അവയിലൂടെയാണ് ഓക്സിജനിക് ആയിട്ടുള്ള ഫോട്ടോസിന്തസിസ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് എന്താ, സ്ട്രൊമാറ്റോലൈറ്റിന്റെ ഫോർമേഷൻ ആണ്. സ്ട്രൊമാറ്റോലൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അതായത് മൈക്രോബിയൽ മാറ്റിന്റെ ഒരു ലെയറിനെയാണ് സ്ട്രൊമാറ്റോലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പേര്, ആ ഒരു ടേമും കൂടി ഓർത്തു വെക്കുക. ആ ഒരു പോർഷൻ മര്യാദയ്ക്ക് സിമ്പിൾ ആയിട്ട് തീർക്കേണ്ടതുകൊണ്ട് വേഗം ഞാൻ പറഞ്ഞു പോവുകയാണ്. സ്ട്രൊമാറ്റോലൈറ്റിന്റെ ഫോർമേഷനും ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതും സയനോ ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യുന്നതും ആർക്കിയനിലാണ്, പ്ലാന്റ് ഇല്ല. അപ്പൊ ഈ ഒരു ആർക്കിയൻ പീരീഡിനെ പിന്നെയും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആർക്കിയൻ പീരീഡിനെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ള എറാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആ എറാസ് പഠിക്കാനുള്ള ഒരു എന്താ കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏർലി പീപ്പിൾ മേക്ക് നേച്ചർ. ഓക്കെ, ഏർലി പീപ്പിൾ മേക്ക് നേച്ചർ. അതിൽ ഓരോന്നിന്റെ ഫസ്റ്റ് ലെറ്റർ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആർക്കിയിൽ വരുന്ന എറാസ് ആണ് ഒന്ന് ഇയോ ആർക്കിയൻ. ഇയോ ആർക്കിയിലാണ് ഏർലിയസ്റ്റ് ആയിട്ടുള്ള ലൈഫ് ബിഗിൻ ചെയ്യുന്നത്, ഫസ്റ്റ് ക്രിസ്റ്റ്. ദെൻ പാലിയോ ആർക്കിയൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള പ്രൊകാരിയോട്ടിക് ലൈഫ്, ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫോസിൽ ലഭിച്ചിട്ടുള്ളത് പാലിയോ ആർക്കിയിലാണ് ഏർലി ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് മേക്കിന്റെ മീസോ ആർക്കിയൻ ആണ്. സൈനോബാക്ടീരിയ എക്സ്പാൻഡ് ചെയ്യുന്നു. സ്ട്രൊമാറ്റോലൈറ്റ് കോമൺ, ലിത്ത് അല്ലെങ്കിൽ ലൈറ്റ് കോമൺ ആയിട്ടുള്ളത് മീസോ ആർക്കിയനിലാണ്. നിയോ ആർക്കിയൻ എറ എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ പ്രൊഡക്ഷൻ കൂടുകയാണ്. ബിഫോർ ആ ഒരു ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് വരുന്നുണ്ട്, നെക്സ്റ്റ് ആ ഒരു ഇയോണിൽ പഠിക്കുന്നുണ്ട്. അതിന് മുന്നേ ഉള്ള ഒരു എന്താ പ്രിപ്പറേഷൻ ആണ് ഈ ഒരു നിയോ ആർക്കിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തേലോട്ട് പോകാം. മൂന്നാമത്തെ ഇയോൺ ആണ് പ്രോട്ടോറോസോയിക് ഇയോൺ. പ്രോട്ടോറോസോയിക് ഇയോൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടതാണ് ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ്. ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് അത് എത്രയേ ഉള്ളൂ, അതായത് ഈ ഒരു പീരീഡിൽ ഓക്സിജൻ അക്യുമുലേറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലോ. ഓക്സിജൻ മാക്സിമം ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓക്സിജൻ അക്യുമുലേറ്റ് ചെയ്യുന്ന പീരീഡ് ആണ് ഈ ഒരു പ്രോട്ടോറോസോയിക് എന്ന് പറയുന്നത്. അവിടെയാണ് ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് നടക്കുന്നത്. അതായത് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും. സോ പ്രൊകാരിയോട്ട് ആർക്കിയനിൽ ജനറേറ്റ് ചെയ്തു, അതിന്റെ ഫലമായിട്ട് ഓക്സിജൻ കൂടി വരുന്നു. ഓക്സിജൻ കൂടി വന്നാൽ യുക്കാരിയോട്ടിക് ആയിട്ടുള്ള ആൽഗെ പ്രോട്ടോറോസോയിക്കിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യുക്കാരിയോട്ടിക് ആയിട്ടുള്ള ആൽഗെ ഡെവലപ്പ് ചെയ്തു. സോ അങ്ങനെ ആ ഒരു യുക്കാരിയോട്ടിക് ആണ്, ഫോട്ടോസിന്തസിസ് ആണ്. അപ്പൊ അവിടെ ഇവല്യൂഷൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്, എൻഡോസിംബയോസിസ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഒരു ബാക്ടീരിയ എന്താ വിഴുങ്ങുന്നു, ബാക്ടീരിയയിലുള്ള ക്ലോറോപ്ലാസ്റ്റ് ആൽഗെ ബാക്ടീരിയനെ വിഴുങ്ങുന്നു എന്നുള്ള ആ ഒരു തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ ആൽഗയിൽ ക്ലോറോപ്ലാസ്റ്റ് ഡെവലപ്ഡ് ആകുന്നു, ക്ലോറോപ്ലാസ്റ്റ് സിന്തസൈസ് ചെയ്യുന്നു, ഇവോൾവ് ചെയ്ത് വരുന്നു, എൻഡോസിംബയോട്ടിക് തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു തിയറി നടക്കുന്നത് പ്രോട്ടോറോസോയിക്കിലാണ്. സോ അങ്ങനെ ഗ്രീൻ ആൽഗെ, ലാൻഡ് പ്ലാന്റിന്റെ ആൻസസ്റ്റർ എന്ന് പറയപ്പെടുന്ന ഗ്രീൻ ആൽഗെ വരുന്നു. ഇപ്പോഴും ഇവിടെ ട്രൂ ലാൻഡ് പ്ലാന്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ആൽഗെ മാത്രമേ, അല്ലെങ്കിൽ യുക്കാരിയോട്ടിക് ആൽഗെ മാത്രമേ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതിനെ തന്നെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എറാസ് ആയിട്ട്. അതിന്റെ ഒരു ട്രിക്ക് ആണ് പുവർ മെൻ നീഡ് പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇത് ഏർലി പീപ്പിൾ മേക്ക് നേച്ചർ, ദെൻ പുവർ മെൻ നീഡ് പ്രൊട്ടക്ഷൻ. പുവറിന്റെ പി പാലിയോ പ്രോട്ടോറോസോയിക്. ഇവിടെയാണ് ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് നടന്ന് ഓക്സിജൻ ഇൻക്രീസ് ആകുന്നത്. ദെൻ മെൻ മീസോ പ്രോട്ടോറോസോയിക്. ആ ഒരു പ്രോട്ടോറോസോയിക് എന്നുള്ള പേര് ചേർത്താൽ മതി. ഓക്കെ, ഒറിജിൻ ഓഫ് യുക്കാരിയോട്ട്, അതായത് ഏർലി ആൽഗെ ഇവോൾവ് ചെയ്യുന്നു. ദെൻ നീഡ് നിയോ പ്രോട്ടോറോസോയിക്, മൾട്ടി സെല്ലുലാർ ആൽഗെ, ലാൻഡ് പ്ലാന്റിന്റെ ആൻസസ്റ്റർ ആയിട്ട് മൾട്ടി സെല്ലുലാർ ആൽഗെ ഫോം ചെയ്യുന്നു. പ്രൊട്ടക്ഷൻ എന്നത് പ്രോട്ടോറോസോയിക്കിന്റെ ആണ്. അപ്പൊ ഒന്നാമത്തെ ആ ഒരു സൂപ്പർ ഇയോണും 3 ഇയോൺസും നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്ര തന്നെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് പഠിക്കാനുള്ളത് രണ്ടാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ ഇയോൺ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. നാലാമത്തെ ഇയോൺ ആണ് ഫാനറോസോയിക് ഇയോൺ എന്ന് പറയുന്നത്. ഫാനറോസോയിക് ഇയോൺ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതിൽ പ്രീ കാംബ്രിയൻ സൂപ്പർ ഇയോൺ ആണ് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഇയോൺ ട്ടോ. രണ്ടാമത്തെ ഇയോൺ അല്ലെങ്കിൽ നാലാമത്തെ ഇയോൺ ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം. ഫാനറോസോയിക് ഇയോൺ ആണ്
ഫാനറോസോയിക് ഇയോണിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. 541 മില്യൺ ഇയേഴ്സ് എഗോ മുതൽ പ്രസന്റ് വരെയുള്ള ഇയോൺ ആണ് ഫാനറോസോയിക്. അതായത് വിസിബിൾ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ലൈഫും പ്ലാന്റിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ നടക്കുന്നത് ഫാനറോസോയിക് എറയിലാണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, പ്ലാന്റ് ആനിമൽസും ഒക്കെ ഉള്ളത്. അപ്പൊ ഈ ഒരു ലൈഫ് സ്പാന് പഠിച്ചു. ഫോസിൽ റെക്കോർഡ്സ് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഫാനറോസോയിക് ഇയോണിലാണ്. റാപ്പിഡ് ആയിട്ടുള്ള ഇവല്യൂഷനും നടക്കുന്നത് ഫാനറോസോയിക് ഇയോണിലാണ്. അപ്പൊ ഫാനറോസോയിക് ഇയോണിന്റെ അണ്ടറിൽ വരുന്ന എറാസിനെ നമ്മൾക്ക് ഒരു കട്ട് ഷോർട്ട് ആയിട്ട് പഠിക്കാം. ഫാൻ പ്ലീസ് മേക്ക് കേക്ക് എന്ന് പറയാം. ഫാൻ പ്ലീസ് മേക്ക് കേക്ക്. അപ്പൊ അതില് പി എന്താ എം എന്താ? ഫാൻ എന്ന് പറയുന്നത് ഫാനറോസോയിക് ആണ്. പി എന്ന് പറയുന്നത് പാലിയോസോയിക് ആണ്. അപ്പൊ ഈ ആൻഷ്യന്റ് ലൈഫ്, ഏറ്റവും പണ്ടത്തെ ഏറ്റവും ആദ്യത്തെ ആൻഷ്യന്റ് ലൈഫ് എന്നാണ് പാലിയോസോയിക് എറയെ പറയുന്നത്. മേക്ക് മീസോസോയിക്, ഏജ് ഓഫ് ജിംനോസ്പേംസ് ആണ്. സീനോസോയിക് ആണ് ഏജ് ഓഫ് ആൻജിയോസ്പേംസ്. പ്രസന്റ് ആയിട്ടുള്ള എറയാണ് സീനോസോയിക്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ എറയും അവയിൽ വരുന്ന പീരീഡ്സും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇതിൽ ഒന്നാമത്തത് പാലിയോസോയിക് എറയാണ്. പാലിയോസോയിക് എറ എന്ന് പറയുമ്പോൾ ലാൻഡ് പ്ലാന്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊളനൈസ് ചെയ്യുന്നത് പാലിയോസോയിക് എറയിലാണ്. ലാൻഡ് പ്ലാന്റിന്റെ ഒറിജിൻ. ഈ ഒരു പാലിയോസോയിക് എറയെ നമുക്ക് എന്താ ഒരു 6 പീരീഡ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 6 പീരീഡ് ആയിട്ടുള്ള ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ട്രിക്ക് നമുക്ക് നോക്കാം. Camels often sit down carefully pretty. Okay, camels often sit down carefully pretty. അപ്പൊ അതില് camel എന്ന് പറയുന്നത് കാംബ്രിയൻ. ഓക്കെ, ഓഫൺ എന്ന് പറയുന്നത് ഓഡോവിഷ്യൻ ആണ്. then sit സിലൂറിയൻ ആൻഡ് ഡിവോണിയൻ, കാർബോണിഫറസ്, പെർമിയൻ. ഓക്കെ, ഈ 6 പീരീഡ് ആണ് പാലിയോസോയിക് എറയിൽ വരുന്നത്. ഇനി ഓരോന്നിന്റെയും വളരെ കട്ട് ഷോർട്ട് ആയിട്ടുള്ള പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. കാംബ്രിയൻ എന്ന് പറയുന്നത് മെറൈൻ ആയിട്ടുള്ള ആൽഗെ. നമ്മൾ ജസ്റ്റ് ഗ്രീൻ ആൽഗെ മാത്രമേ കഴിഞ്ഞ പീരീഡിൽ പഠിച്ചിട്ടുള്ളൂ. ഇതിൽ പാലിയോസോയിക് എറയിൽ വരുന്നത് റെഡ്, ഗ്രീൻ, ബ്രൗൺ ആൽഗെ ഉണ്ട്. സ്റ്റിൽ അവിടെയും ലാൻഡ് പ്ലാന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണ്? അവിടെ കോണ്ടിനെന്റ്സ് അണ്ടർ വാട്ടറിൽ തന്നെയാണ് ഈ ഒരു കാംബ്രിയൻ പീരീഡിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ അതവിടെ കഴിഞ്ഞു. then നെക്സ്റ്റ് വരുന്നതാണ് ഓഡോവിഷ്യൻ. ഓഡോവിഷ്യൻ എന്ന് പറയുന്ന പീരീഡിലാണ് ആക്ച്വലി ഫസ്റ്റ് ലാൻഡ് പ്ലാന്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ലാൻഡ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ബ്രയോഫൈറ്റ് ലൈക്ക് ആയിട്ടുള്ളതാണ്. അവിടെ ടെറിഡോഫൈറ്റ് വന്നിട്ടില്ല. വാസ്കുലാർ ടിഷ്യൂസ് ആബ്സെന്റ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ് ലൈക്ക് പ്ലാന്റ്സ് ആദ്യം ഒറിജിനേറ്റ് ചെയ്യുന്നത് ഓഡോവിഷ്യൻ പീരീഡിലാണ്. അവിടെ വാസ്കുലാർ ടിഷ്യൂസ് ഇല്ല. സ്മോൾ താലോയിഡ് ഫോംസ് വിത്ത് ലിമിറ്റഡ് ക്യൂട്ടിക്കിൾ, വാട്ടർ റിട്ടൻഷന് വേണ്ടിയിട്ട് ലിമിറ്റഡ് ക്യൂട്ടിക്കിൾ മാത്രമേ ആ ഒരു ഓഡോവിഷ്യൻ പീരീഡിൽ പ്രസന്റ് ആയിട്ടുള്ളൂ. ഓക്കെ, ആ ഒരു എന്താ ടെറസ്ട്രിയൽ ആയിട്ടുള്ള പ്ലാന്റ് ഇവല്യൂഷനിലോട്ടുള്ള ഒരു എന്താ ബിഗിനിങ് ആണ് അല്ലെ. ബ്രയോഫൈറ്റ് എന്ന് പറയുമ്പോൾ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആണ്. വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. നെക്സ്റ്റ് വരുന്നതാണ് സിലൂറിയൻ പീരീഡ്. സിലൂറിയൻ പീരീഡിലാണ് വാസ്കുലാർ പ്ലാന്റ്സ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. എപ്പോഴാണ് ടെറിഡോഫൈറ്റ്സ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അത് സിലൂറിയൻ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു ടേംസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രിക്സ്, ആ ഒരു ഷീറ്റ് ഞാൻ ഈ ഒരു ക്ലാസ്സിന്റെ അവസാനം പറയുന്നുണ്ട്. ഓക്കെ, സിലൂറിയൻ എന്ന് പറയുന്നത് വാസ്കുലാർ പ്ലാന്റ്സ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വാസ്കുലാർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ കുക്സോണിയ, റൈനി ഒക്കെയാണ് വരിക. അപ്പൊ അവിടെ വാസ്കുലാർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ സൈലവും ഫ്ലോയമും പ്രസന്റ് ആണ്. ഓക്കെ, then അടുത്ത പീരീഡിലോട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ടോളർ ആയിട്ട് വളരാനുള്ള എന്താ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഈ ഒരു സിലൂറിയൻ പീരീഡിൽ നടക്കുന്നുണ്ട്. അതായത് വാസ്കുലാർ പ്ലാന്റ്സ് ഉണ്ട്, ക്യൂട്ടിക്കിൾ, സ്റ്റൊമാറ്റ ഡെവലപ്പ് ചെയ്യാം, റൂട്ട് ലൈക്ക് റൈസോംസും ഏരിയൽ സ്റ്റെമ്മും ഒക്കെ ഈ ഒരു സിലൂറിയൻ പീരീഡിലാണ് നടക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡിവോണിയൻ പീരീഡ്. ഡിവോണിയൻ പീരീഡിനെയാണ് ഏജ് ഓഫ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏജ് ഓഫ് ഫസ്റ്റ് ഫോറസ്റ്റ്. അതായത് ഒരു വാം ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ഇവിടെ. അതായത് ലാൻഡ് ഏരിയാസ് നല്ല രീതിയിൽ ഡെവലപ്ഡ് ആയി വരികയാണ് അല്ലെ. ഇപ്പൊ ഫസ്റ്റ് ട്രീസും ഫോറസ്റ്റും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഡിവോണിയൻ പീരീഡിലാണ്. റൂട്ടും ലീവ്സും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിഡക്ഷൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിഫിക്സേഷൻ ഒക്കെ നടക്കുന്നത് കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിഡക്ഷൻ, അതായത് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പീരീഡ് ആണ് ഡിവോണിയൻ പീരീഡ്. അപ്പൊ ഇവിടെ വാസ്കുലാർ പ്ലാന്റ്സ് ഒറിജിനേറ്റ് ചെയ്തു. ആ ഒറിജിനേറ്റ് ചെയ്ത വാസ്കുലാർ പ്ലാന്റ്സിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്
മസ്കുലർ പ്ലാന്റ്സിന്റെ എണ്ണം കൂടി വരുന്ന ഒരു പീരീഡ് ആണ് ഡിവോണിയൻ. ഡോമിനന്റ് അല്ല, കൂടി വരികയാണ്. അപ്പൊ ഈ ഒരു ഡിവോണിയൻ പീരീഡിൽ തന്നെ പ്രോ ജിംനോസ്പേംസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പ്രോ ജിംനോസ്പേംസ് എന്ന് പറയുമ്പോൾ ജിംനോസ്പേം ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ ജിംനോസ്പേം ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ അവയ്ക്ക് സീഡ് ലൈക്ക് ആയിട്ടുള്ള അപ്പിയറൻസ് ഉള്ള ചില സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. അതിനാണ് പ്രോ ജിംനോസ്പേം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കാർബോണിഫറസ്. കാർബോണിഫറസ് പീരീഡിനെ നമ്മൾ കോൾ ഫോറസ്റ്റ് ഫ്ലോറ എന്നാണ് വിളിക്കുന്നത്. അതായത് പീറ്റ് ഫോമിംഗ് ആയിട്ടുള്ള വെറ്റ്ലാൻഡ്സ്, പീറ്റ് ഫോമിംഗ് സ്ഫാഗ്നം ഒക്കെ പോലെയുള്ള പീറ്റ് ഫോമിംഗ് ആയിട്ടുള്ള വെറ്റ്ലാൻഡ്സ് ഒക്കെ ഈ ഒരു കാർബോണിഫറസ് പീരീഡിലാണ്. ഈ ഒരു പീരീഡിനെയാണ് ഡോമിനൻസ് ഓഫ് ടെറിഡോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള പീരീഡ് ആണ് കാർബോണിഫറസ് പീരീഡ് എന്ന് പറയുന്നത്. ജിംനോസ്പേംസ് ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്യുന്നതും ഏത് പീരീഡിലാണ്? കാർബോണിഫറസ് പീരീഡിലാണ്. ജിംനോസ്പേം ഒറിജിനേറ്റ് ചെയ്യുന്നത് കാർബോണിഫറസ്, വളരെ കുറച്ച് 1-2 ജിംനോസ്പേംസ് മാത്രമേ ഈ ഒരു പീരീഡിൽ ഉള്ളൂ. ദെൻ പെർമിയൻ പീരീഡിലാവുമ്പോഴും ജിംനോസ്പേംസിന്റെ ഡോമിനൻസ് വരുന്നുണ്ട്. പക്ഷെങ്കിൽ നിങ്ങളുടെ എക്സാമിന് ജിംനോസ്പേമിന്റെ ഏജ് ഏതാണ് എന്ന് ചോദിച്ചാൽ പെർമിയൻ അല്ല എഴുതേണ്ടത്, നെക്സ്റ്റ് നമ്മൾ പറയുന്ന മീസോസോയിക് എറയാണ്. അതായത് ഇവിടെ ഡോമിനന്റ് ആയി വരികയാണ്, പക്ഷെ ഇവിടെ ഡോമിനൻസ് ഓഫ് ജിംനോസ്പേംസ് എന്ന് കൊടുത്ത് നിങ്ങൾ നോക്കണ്ട. അതായത് ഡോമിനൻസ് കൂടി വരികയാണ്. ടെറിഡോഫൈറ്റിനേക്കാളും ഡോമിനൻസ് കൂടുന്നത് ഈ ഒരു പെർമിയൻ പീരീഡിലാണ്. ഓക്കെ, ഡ്രോട്ട് റെസിസ്റ്റൻസ് ഒക്കെ കൂടുന്നുണ്ട്. ഈ ഒരു പെർമിയൻ പീരീഡ് എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാലിയോസോയിക് എറ അവസാനിക്കുന്നത് ഒരു മാസ് എക്സ്റ്റിങ്ഷൻ കൊണ്ടാണ്. അതായത് പെർമിയൻ മാസ് എക്സ്റ്റിങ്ഷൻ എന്നാണ് പറയുന്നത്. കുറേ പ്ലാന്റും ആനിമൽ ഗ്രൂപ്പ്സും ഒക്കെ ഇവിടെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ജിംനോസ്പേമിന്റെ ഡോമിനൻസ് ആയിട്ടുള്ള പീരീഡ് പെർമിയൻ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവിടെ മാസ് എക്സ്റ്റിങ്ഷൻ നടക്കുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഒന്നാമത്തെ എറ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് രണ്ടാമത്തെ എറയാണ് മീസോസോയിക് എറ എന്ന് പറയുന്നത്. അപ്പൊ മീസോസോയിക് എറ എന്ന് പറയുമ്പോൾ ആ ഒരു എറയാണ് ഏജ് ഓഫ് ജിംനോസ്പേംസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, ഏജ് ജിംനോസ്പേം നല്ല രീതിയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് ഇത്, ഈ ഒരു മീസോസോയിക് എറ എന്ന് പറയുന്നത്. ഏജ് ഓഫ് ജിംനോസ്പേംസ് എന്ന് പറയുമ്പോൾ മീസോസോയിക് എറ, ആൻജിയോസ്പേംസിന്റെ ഒറിജിനും മീസോസോയിക് എറയാണ്. ഏജ് ഓഫ് ജിംനോസ്പേംസ്, ഒറിജിൻ ഓഫ് ആൻജിയോസ്പേംസ്, ആ ഒരു ടേം മാറിപ്പോകരുത്. പാലിയോസോയിക്കിനും സീനോസോയിക്കിനും ഇടയിലുള്ള എറയാണ് മീസോസോയിക് എറ എന്ന് പറയുന്നത്. സോ ഈ ഒരു എറ റെപ്റ്റൈൽസിന്റെ ഒരു ഏജ് ആണ് എന്ന് പറയുന്നത്. അത് സുവോളജി റിലേറ്റഡ് ആണ്, പക്ഷെ പ്ലാന്റ് ഇവല്യൂഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത നോക്കിയാൽ ജിംനോസ്പേംസ് വളരെ ഡോമിനേറ്റ് ആയിട്ടുള്ള പീരീഡ് ആണ് കേട്ടോ. അതായത് കോണിഫേഴ്സ്, സൈക്കേഡ്സ്, ജിങ്കോ ഒക്കെ. ദെൻ ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഈ ഒരു മീസോസോയിക് എറയിൽ വരുന്ന ക്രെട്ടേഷ്യസ് പീരീഡിലാണ്. ദെൻ കോ ഇവല്യൂഷൻ, അതായത് ആൻജിയോസ്പേംസ് കോ ഇവല്യൂഷൻ പോളിനേറ്റേഴ്സുമായിട്ട് സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ട് അവർ കോ ഇവല്യൂഷൻ കാണിക്കുന്നതും ഈ ഒരു പീരീഡിലാണ്. നെക്സ്റ്റ് ഈ ഒരു എറയിലാണ്. സോ മീസോസോയിക് എറയുടെ അണ്ടറിൽ വരുന്ന 3 പീരീഡ് ആണ് ട്രയാസിക്, ജുറാസിക്, ക്രെട്ടേഷ്യസ്. ഇനി ആ ഒരു പീരീഡ് വൈസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഒന്നാമത്തേതാണ് ട്രയാസിക്. അപ്പൊ നിങ്ങൾ ഈ ഒരു ജിംനോസ്പേമിന്റെ ഡോമിനൻസ് എന്ന് പറയുമ്പോൾ ട്രയാസിക്കിലും ജുറാസിക്കിലും ക്രെട്ടേഷ്യസിലും ഒരേപോലെ ജിംനോസ്പേംസ് ഡോമിനന്റ് ആയിട്ട് കാണുന്നുണ്ട്. സോ അതുകൊണ്ടാണ് മീസോസോയിക് എറ ഏജ് ഓഫ് ജിംനോസ്പേമി എന്ന് പറയുന്നതും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഒന്നാമത്തേതാണ് ട്രയാസിക് എറ, രണ്ടാമത്തേത് ജുറാസിക് എറ, മൂന്നാമത്തേത് ക്രെട്ടേഷ്യസ് എറ. അപ്പൊ ട്രയാസിക് എറ എന്ന് പറയുമ്പോൾ ജിംനോസ്പേംസ് അവിടെയും ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പെർമിയൻ മാസ് എക്സ്റ്റിങ്ഷൻ നടന്നില്ലേ, ആ ഒരു മാസ് എക്സ്റ്റിങ്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ ഒരു ലൈഫിന്റെ റിക്കവറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ട്രയാസിക് പീരീഡിലാണ്. അവിടെ ഹോട്ട് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. അപ്പൊ ഈ ഒരു ട്രയാസിക് പീരീഡിലാണ് ഏർലി ഡൈനോസേഴ്സ് ഒക്കെ അപ്പിയർ ചെയ്യുന്നത്. സോ ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സും ജിംനോസ്പേംസും ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ട്രീ ഫേൺസും ഗ്രൗണ്ട് ഫേൺസും ആണ് വെരി കോമൺ ആയിട്ടുള്ളത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത്. ക്ലാഡോ ഫ്ലബിസ് ഫേൺ ഫോസിൽ ജീനസ് ആണ്. ഡൈക്രോഡിയം ആണ് ടെറിഡോഫൈറ്റ് ആയിട്ട് ഇവിടെ ഉള്ളത്. ജിംനോസ്പേംസ് ആണ് ഏറ്റവും ഡോമിനേറ്റ് ആയിട്ടുള്ളത്. ജിംനോസ്പേംസിൽ കോണിഫേഴ്സിൽ എക്സാമ്പിൾ വോൾഷ്യ, അറോക്കേറിയ ഒക്കെയാണ് കോണിഫേഴ്സിന് എക്സാമ്പിൾ. സൈക്കഡ്സിൽ വരുന്നത് സൈക്കസ് റെവല്യൂട്ട, നിൽസോണിയ,
ടീറോഫില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ജിങ്കോ പോലെയുള്ള പ്ലാന്റ്സും ജിങ്കോ ബൈലോബയുടെ ചെറിയ ഒരു വേരിയന്റും ഈ ഒരു ട്രയാസിക് പീരീഡിൽ കാണുന്നുണ്ട്. രണ്ടാമത്തേതാണ് ജുറാസിക് പീരീഡ്. ലാർജർ കോണിഫർ ഫോറസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ളതാണ് ജുറാസിക് പീരീഡ്സ്. ഇവിടെ ഈ ഒരു ജിംനോസ്പേമില് സൈക്കഡ്സും ജിങ്കോയും ആണ് കേട്ടോ അബണ്ടന്റ്. ഡോമിനന്റ് ആയിട്ട് പോഡിഫേഴ്സിൽ അറോക്കേറിയയും പോഡോകാർപ്പസും ആണ് കാണുന്നത്. വെരി അബണ്ടന്റ് ആയിട്ടുള്ളത് സൈക്കഡ്സ് ആണ്. അപ്പൊ സൈക്കഡ്സിൽ കാണുന്നത് ഏതൊക്കെയാ? വില്യംസോണിയ ആണ്. വില്യംസോണിയ പഠിച്ചിട്ടുണ്ട്. ഒട്ടോസമൈറ്റ്സും ആണ് മെയിൻ ആയിട്ട് കാണുന്നത്. ജിങ്കോയില് ഇപ്പോഴ് അതൊരു ലിവിങ് ഫോസിലാണ്. ഇപ്പോഴും അവശേഷിക്കുന്ന ഒരേ ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് ജിങ്കോ ബൈലോബയാണ് ട്ടോ. പിന്നെ ചില ഫേൺ സ്പീഷീസ് ക്ലാഡോഫിബസ് ട്രീ പോലെയുള്ള ഫേൺ സ്പീഷീസും ജുറാസിക്കിൽ കാണുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ക്രെട്ടേഷ്യസ്. ആൻജിയോസ്പെംസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ ഒരു പീരീഡിലാണ്. ഓക്കെ, ആൻജിയോസ്പെംസ് ഒറിജിനേറ്റ് ചെയ്യുന്നു. പ്ലാന്റിന്റെ നല്ല രീതിയിലുള്ള ഡൈവേഴ്സിഫിക്കേഷനും ഇവിടെ ഒരു മാസ് എക്സ്റ്റിൻഷൻ നടന്നിട്ട് മീസോസോയിക് എറ ഇവിടെ എൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പീരീഡ് നോക്കാം. അവിടെ ആൻജിയോസ്പെംസ് ആണ് ഉള്ളത്. ഫസ്റ്റ് അപ്പിയർ ആയിട്ടുള്ളത് ഏർലി ക്രെട്ടേഷ്യസിലാണ്. ക്രെട്ടേഷ്യസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ആ ഒരു ഫസ്റ്റ് ആൻജിയോസ്പെംസിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മാഗ്നോളിയ ലൈക്ക് ആയിട്ടുള്ള ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൻജിയോസ്പെം lineage ആണ്. Earliest angiospermന് മറ്റൊരു എക്സാമ്പിൾ ആണ് ആർക്കിഫ്രക്ടസ് എന്ന് പറയുന്നത്. Then നിംഫിയയും ഇവിടെ വരുന്നുണ്ട്. Then ജിംനോസ്പേം ഇപ്പോഴും ഇവിടെ ഉണ്ട്, പക്ഷെ വളരെ കുറവായിട്ടാണ്. അതിന് എക്സാമ്പിൾ സെക്വ, ടാക്സോഡിയം ആണ്. Then ഉള്ളത് ഫേൺസ് സ്റ്റിൽ വൈഡ് സ്പ്രെഡ് ആണ്. ഫേൺ എൻറ്റയർ ആയിട്ട് പോയിട്ടില്ല, പക്ഷെ അളവ് അപേക്ഷിച്ച് നോക്കുമ്പോൾ ആൻജിയോസ്പേംസ് ആണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, സോ അപ്പൊ നെക്സ്റ്റ് ലാസ്റ്റ് എറയാണ് നമ്മൾ പഠിക്കാനുള്ളത്. സീനോസോയിക് എറയാണ്. അപ്പൊ ഒരു സീനോസോയിക് എറ എന്ന് പറയുമ്പോൾ ആൻജിയോസ്പേംസിന്റെ ഏജ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഏജ് ഓഫ് മമ്മൽസ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു എറയുടെ അണ്ടറിൽ വരുന്ന 3 പീരീഡ്സ് ആണ്. പഠിക്കാൻ വളരെ ഈസിയാണ്. എന്നാലും ഒരു ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് നെവർ ക്വിറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം സീന പ്ലീസ് നെവർ ക്വിറ്റ്. സീന എന്ന് പറയുന്നത് സീനോസോയിക് എറ. പ്ലീസിന്റെ പി എന്ന് പറയുന്നത് എന്താ? പാലിയോജീൻ പീരീഡ് ആണ്. ഓക്കെ, പാലിയോജീൻ പീരീഡ്. നിയോജീൻ പീരീഡ്. ദെൻ QU എന്ന് പറയുന്നത് ക്വാർട്ടേർണറി പീരീഡ് ആണ്. ഓക്കെ, അപ്പൊ ദെൻ ആദ്യത്തെ പാലിയോജീൻ പീരീഡ് പഠിക്കാം. പാലിയോജീൻ പീരീഡിനെ പിന്നെയും 3 എപ്പോച്ച് ആയിട്ടുണ്ട്. ഈ ഒരു ഇതിൽ മാത്രമേ നമ്മൾ എപ്പോച്ച് പറയുന്നുള്ളൂ. പാലിയോസീന്, ഇയോസീന്, ഒളിഗോസീന്. അപ്പൊ ഇവിടെ സ്ട്രോങ് ആയിട്ട് ആൻജിയോസ്പേം ആണ് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏർലി സ്റ്റേജിൽ ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഫോറസ്റ്റും ഈ ഒരു റീജിയനിൽ കാണുന്നുണ്ട്. ഗ്രാസും അപ്പിയർ ചെയ്യാൻ തുടങ്ങി. ദെൻ രണ്ടാമത് വരുന്ന നിയോജൻ പീരീഡിൽ മയോസീനും പ്ലിയോസീനും ആണ് എപ്പോച്ച് വരുന്നത്. ഗ്രാസ് ലാൻഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് നിയോജൻ പീരീഡ് ആണ്. സാവന്ന, പ്രേറി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഇവിടെയാണ്. ദെൻ ലാസ്റ്റ് പീരീഡ് ആണ് ക്വാർട്ടേർണറി പീരീഡ്. പ്ലീസ്റ്റോസീൻ, ഹോളോസീൻ എന്ന് പറയുന്നത് മോഡേൺ ആയിട്ടുള്ള വെജിറ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗ്ലേഷ്യ ഫോർമേഷൻ വഴി ഐസ് ഏജ് ഫ്ലോറയൊക്കെ ഉള്ളത് ഐസ് ഏജ് എന്നൊക്കെ പറയുന്നത് ക്വാർട്ടേർണറി പീരീഡിലാണ്. ഹോളോസീനിലാണ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എറാസ് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ഷോർട്ട് ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാം. എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കിയാൽ നമുക്കറിയാം ഏജ് ഓഫ് ആൽഗെ എന്ന് പറയുമ്പോൾ ആൽഗെ ഒറിജിൻ ചെയ്യുന്നതും പ്രീ കാംബ്രിയൻ പീരീഡിലുള്ള പ്രോട്ടറോസോയിക്കിലാണ്. ഡോമിനേറ്റ് ചെയ്യുന്നതും ഈ ഒരു പ്രീ കാംബ്രിയനിൽ തന്നെയാണ്. ഏജ് ഓഫ് ബ്രയോഫൈറ്റ് എന്ന് പറയുന്നത് എന്താ? പാലിയോസോയിക് ആണ് അല്ലെ? ഏർലി പാലിയോസോയിക്കിലാണ്. അവിടെ തന്നെയാണ് ഡോമിനേറ്റും ചെയ്യുന്നത്. പക്ഷെ ടെറിഡോഫൈറ്റിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ആക്ച്വലി സിലൂറിയൻ പീരീഡിലാണ്. ഡിവോണിയിലും ചെറിയ ചെറിയ രീതിയിൽ അവ ഡെവലപ്പ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്നിട്ട് അവ ഡോമിനേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഡിവോണിയൻ പീരീഡിൽ നിന്ന് കാർബോണിഫറസ് പീരീഡിലാണ്. ആക്ച്വലി നിങ്ങൾ എക്സാമിന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ ഒറിജിൻ ചെയ്യുന്നത് സിലൂറിയനിലും ഡോമിനന്റ് ആയിട്ടുള്ളത് കാർബോണിഫറസിലുമാണ് എഴുതുക. ഏജ് ഓഫ് ജിംനോസ്പേംസ് പാലിയോസോയിക്കിൽ തന്നെ അവ ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവ ഡോമിനേറ്റ് ചെയ്തത് ചോദിച്ചാൽ അവിടെ എന്താ ഒരു പെർമിയൻ മാസ് എക്സ്റ്റിങ്ഷൻ ഒക്കെ നടക്കുന്നത് കൊണ്ട് നമ്മൾ പാലിയോസോയിക്ക് പറയുന്നില്ല. ഡോമിനേറ്റ് ചെയ്യുന്നത് മീസോസോയിക്കിൽ, ട്രയാസിക് മുതൽ ജുറാസിക്കിലും ക്രെട്ടേഷ്യസിലും ഈ ഒരു ജിംനോസ്പേംസ് ഉണ്ട് ട്ടോ. ട്രയാസിക് ടു ജുറാസിക് അല്ല, ക്രെട്ടേഷ്യസിലും ഈ ഒരു ജിംനോസ്പേം ഉണ്ട്. സോ മീസോസോയിക് ആണ് കറക്റ്റ് ആൻസർ. ഏജ് ഓഫ് ആൻജിയോസ്പേംസ് ക്രെട്ടേഷ്യസിൽ ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഡോമിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? സീനോസോയിക്കിലാണ്. സോ ഒരു ജിയോളജിക്കൽ ടൈം സ്കെയിൽ ആ ഒരു വലിയൊരു അത്രയും വേരിയസ് ആയിട്ടുള്ള ടോപ്പിക് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക.